ഹായ് ഗായ്സ്, എന്താണ് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് അറിയാം, ഇന്ന് കല്യാണത്തിന് കേട്ടാ നമ്മളെ ചങ്ങായിണ്ട് സൈപ്പുവിൻ്റെ അവിടെ കല്യാണം കേട്ടോ, സൈപ്പുവിൻ്റെ ഫാമിലി. ഓക്കെ, അപ്പോൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചിന്. അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ കയറി കേട്ടാ. പിന്നെ ഇപ്പോൾ സമയം എന്നറിയാം, ഇപ്പോൾ 1:30 മണി. അപ്പോൾ ഇത് ഞായറാഴ്ച കേട്ടാ, ഞായറാഴ്ച സൺഡേ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന വീട്ടിൽ തന്നെ നിൽക്കാം. ഏതായാലും പോവാട്ടാ, ഞാൻ റെഡിയായി, പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഓക്കെ ഗൈസ്, അപ്പോൾ വെറുതെ വിടാട്ടാ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ മെസ്സേജ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യട്ടാ. ഓക്കെ, പോവാ ഗൈസ്, പോവാ. നല്ല വെയിൽ, ഒന്ന് സുഖിടട്ടെ. സുഖിടട്ടെ വെയിറ്റ്, സുഖവിടെ. പിന്നെന്താ അറിയാ, ഇന്നേ രാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമിന് പോയിട്ട് സൗണ്ടെല്ലാം കുറവാണ്. പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. വിളിച്ചാലെന്തോ സൗണ്ടെല്ലാം കേട്ട്. ഇന്നലത്തെ വീഡിയോ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഞാൻ പറഞ്ഞല്ലേ, ഓവർ ടൈം പ്രോഗ്രാം ചെയ്തിട്ട് സൗണ്ടെല്ലാം ഡിമ്മോ സാറല്ല ചൂടിട്ട്. അപ്പോൾ റെഡി ആയിട്ടാ, പോവാ. ഹെൽമെറ്റ് എടുത്തിന്, നമ്മളെ സ്കൂട്ടിയിൽ എണ്ണ വിടാം. സ്കൂട്ടിയിൽ ഓക്കെ. ചാവി എടുക്കാൻ മുട്ടല്ലേ? ചാവി ഉണ്ട്, പോക്കറ്റിലുണ്ട്. എടുത്തിന് പോവാ, ബാമ്പിടാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ വിളിച്ചിനി, ഒന്ന് കയറിക്കുക നമുക്ക് കേട്ടോ. ഓക്കെ, എന്തായാലും പോവാം. സൈപ്പും നമ്മളെ സന്ദീപിൻ്റെ ഈശല്ലോ അങ്ങനെ വിളിച്ചിനി, വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടേ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിനി. അപ്പം എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എന്തായാലും പോയാൽ പറ്റൂ. പോവാ ഗൈസ്. ടാറ്റാ ഗൈസ്. അപ്പോൾ അവിടെ തിരിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിവിടെ എത്തിയേട്ടാ. വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങ് അവിടെയാണ് കല്യാണ വീട്. അപ്പോൾ അതുവഴിയാണ് ഞാൻ വന്നത്. എന്നെ വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. പോവാ. പുറത്ത് സൈഫും സന്ദീപെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, വന്നൊരു പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ നടക്കേട്ടാ. നമ്മളെ സന്ദീപിന് മൂത്രിക്കാൻ മുട്ടി. അപ്പോൾ സന്ദീപ് ഞാനിങ്ങനെ നടക്കുകയാണ്. അവിടെ പാട്ട് പാടുന്നുണ്ട് ആൾക്കാർ. ഒന്നപാട് സ്റ്റേജിൽ കയറ്റി സന്ദീപ് അണ്ണൻ. ഗുയിസ്, നമ്മൾ തിരിച്ചടക്കുകയാണ് ഗുയിസ്. കല്യാണ വീട്ടിലേക്ക് ആൾക്കാരിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 3 മണിയായിട്ടോ. ടൈം കറക്റ്റ് 3 മണി അല്ലേ? 3:01. അൻ്റിൽ 3:03. അൻ്റിൽ 2 മിനിറ്റ് അധികം. അവിടെ രേജപ്പൻ എന്താ പറയാനില്ലേ? ഒന്നും പറയാനല്ലേ, ഒന്നും കേൾക്കുന്നില്ല. പറയുന്നത് കേൾക്കൂല. നല്ല സൗണ്ടാ, പാട്ടോടെ. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടല്ലോ, ഭക്ഷണം കഴിക്കണം കേട്ടോ. പിന്നെന്താ അറിയാ, ഈ സ്ഥലം ഏതാ അറിയാം? സ്ഥലം പറയാൻ പറ്റുമോ? നമ്മളെ കണ്ണൂര് മുട്ടത്ത് കേട്ടോ, മുട്ടത്തെ വെള്ളച്ചാല്. കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നത് വിചാരിക്കുന്നത്. മുട്ടത്ത് വെള്ളച്ചാല് കേട്ടോ. ഫുഡ് അടി കേട്ടോ, പരിപാടിയായിട്ട് പോകുന്നുണ്ട്. പ്ലേറ്റ് വന്നിട്ടുണ്ട്. അൽസ ഉണ്ടോ? അൽസ പ്ലേറ്റ് വന്നിട്ടുണ്ട്. അൽസ ഉണ്ട്. രേഷപ്പന് കാണുമ്പോഴൊക്കെ നമ്മളെ കുടിയേറ ഓർമ്മയായിരുന്നു. രേഷപ്പോ നമ്മളെ കുടിയേറ ഓർമ്മയായിരുന്നു. രേഷപ്പന്റെ കുടിയലിന് പോയത്. ഒരു സാധനം കൊടുക്കാണ്ട് മിക്സി വരെ കൊടുത്തിട്ടില്ല. മിക്സി വേണോന്ന് 500 പഞ്ചസാര കിട്ടും. പഞ്ചസാര വേണ്ട, ഞാൻ പഞ്ചസാര ഇല്ല കേട്ടോ. അൽസീല് പഞ്ചസാര ഇല്ല കേട്ടോ. അൽസീല് പഞ്ചസാര ഇല്ല, ഇടാണ്ട് കഴിക്കണം.
ശരിയാ അതാരാളാ ചോറത്ത് ബീച്ചില്ല ലൈറ്റായി പോയി 3 മണി അൽസായിക്കട്ടെ അൽസ കഴിഞ്ഞ് അവിടെ വിട്ടു വിട്ടു കേട്ടോ ഫീസൊന്നുമില്ല അവിടെ കണ്ണുമുട്ടിയിടോ അത് ശരി ഇടാ നമുക്ക് സന്ദീപിനെ കാണുമ്പോൾ എന്താ ഓർമ്മ എടുത്ത് പറയാം ഞാൻ ഒരു ഇരുന്നാല് പ്രോഗ്രാം ഉണ്ട് ബാബിൻഷയില് ഫുഡ് കഴിക്കാൻ പോയി സന്ദീപിന് ഓർമ്മ ഉണ്ടോ ഇല്ലല്ലേ ഓർമ്മ ഉണ്ടാവും എനിക്ക് ചോറിട്ട് തൈര് അച്ചാറ് ബീട്രൂട്ട് അച്ചാറ് അപ്പോൾ കഴിക്കട്ടെ ഓക്കെ നല്ല ചൂട് ചോറ് കേട്ടോ അല്ലേ ചൂടില്ലേ ചൂട് ചോറ് ഒരാളും കൂടെ വന്നിരുന്നിട്ടുണ്ട് ഒരാളോ കേട്ടോ ഓക്കെ ഒന്ന് ക്യാമറ നോക്കിയാ നോക്കടാ സന്ദീപ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും നോക്കൂല നമ്മൾ ഫുഡിന്റെ തിരക്കാം എല്ലാം കിട്ടി ഗൈസ് ബിരിയാണി കഴിഞ്ഞിട്ട് നമ്മളെ ചങ്ങായി സന്ദീപ് ജൂനിയർ SP സന്ദീപ് അൽസടിക്ക് ഇത്തിരി അൽസ കുറച്ചേ ചോറൊന്നുമില്ലോ അതാട്ടാ ഇച്ചിരി ചോറൊന്നുമില്ലോ അതുകൊണ്ട് ഇച്ചിരി അൽസ എന്താ നടവെള്ളില്ലേ വെള്ളമില്ല വേറെ വെള്ളമില്ലേ ജഗ്ഗം തന്നെ വീഴുക വേറെ വഴിയൊന്നുമില്ല സന്ദീപ് സൈബു നമ്മുടെ സൈബൂട്ടെ സൈബു ഡ്രൈവറിനെ സൈബു അവിടെ നേരത്തെ തുടങ്ങിയത് അപ്പോൾ സൈബു എൻ്റെ ആരുടെ കല്യാണം എൻ്റെ ഇല്ല പെങ്ങളെ കല്യാണം അയ്യൂബേ പോകുന്നുണ്ടോ സൈബുവിൻ്റെ പെങ്ങളെ കല്യാണം അപ്പോൾ അതാണ് സംഭവം രേശിനെ 2 വട്ടം കാണിച്ചു അത് സാറല്ല ഗുയിസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ ഗുയിസ് ഒരു മൈന ഇതേ അവിടെ മുമ്പ് മാറും ഇതേ ഒരു മൈന ഉള്ള ഒറ്റക്ക് കാണുന്ന മൈനെല്ലാം കാണിച്ചു തരും ഇവന് ഒരു പശു അത് രേശപ്പൻ്റാവുക കുറുക്കൻ ഓടുന്നടാ അത് കാണണ്ടാന്ന് കേട്ടോ പകല് കുറുക്കൻ ഓടുന്നു അതാ എൻ്റെ മക്കളതാ ഓടണം കേട്ടോ അത് കുറുക്കനായിരിക്കില്ല കുറുക്കൻ പകൽ ഇറങ്ങൂല കുറുനെരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മളെ വിചാരം കുറുക്കനാന്നല്ലേ രേശപ്പാ കുറുനെരി ആയിരിക്കോട്ടെ അത് കാരണം കുറുക്കൻ എന്തായാലും പകൽ ഇറങ്ങൂല പോവാ നമുക്ക് ഇപ്പം സമയം തരാ ഗുയിസ് ഇപ്പം 3:49 കേട്ടോ എടാ ഞാൻ പോട്ടെ എന്നാ ഇറങ്ങിക്കോടാ അതിലൂട്ടിയാ പോന്നേ നമുക്ക് എടാ ഇത് തുറന്നേ ഇപ്പം എന്നെ കൂട്ടാണ്ട് പോയിട്ടിങ്ങ സിറാ പോട്ടെ 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 ചങ്ങായി ശരി അടിക്കുള്ള മീൻ മണക്കുന്നോ രാവിലെ മീൻ മേടിച്ച് വന്നേടാ അയക്കാനെ പോയിട്ട് ലീഫ് ശരിയാക്കുന്ന ആരും കൊണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നമ്മളെ ശരിയാക്കോട്ടെ ഇതിനുള്ളിൽ മീൻ മണക്കുന്ന കേസ് രാവിലെ മീൻ വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിനോലും ഗുയിസ് പോക്കായി ഗുയിസ് അവിടെ എൻ്റെ വണ്ടി വീടുണ്ട് എന്നെ കൂട്ടണേ ചേർന്ന് ഇറക്കണേ അവിടെ നമുക്കണ്ട് ഒരുമിച്ച് പോവാട്ടോ നമുക്കുള്ള ചാവിടിച്ചാൽ സന്ദീപ് നീ വേഗം പോവല്ലോ എന്നാ അടുക്കടുക്ക് ഈ രേശപ്പൻ വേഗം പോകുന്നു രേശപ്പൻ എവിടെ പോകാനുണ്ട് കേട്ടോ എവിടെ പോകാനല്ലേ രേശപ്പാ ഞാൻ ആയിക്കോളും രേശപ്പാ ഇങ്ങടെ പോകാനല്ലേ തിരുവനന്തപുരം ഗേയ്സ് എനിക്ക് തിരുവനന്തപുരം പോകാൻ ട്രെയിൻ ഉണ്ട് വരും സ്റ്റേഷനിലേക്ക് വേഗം പോകണം തിരക്ക് കൂട്ടി നിൽക്കാൻ പറ്റുന്നില്ല
എടാ നിന്നെ ഈ സന്ദീപിനെ എവിടെ ആക്കൽ നീ നീ എവിടെ വന്ന് മാടായി പാർക്കാക്ക് ഓക്കെ ഗൈസ് ഓക്കെ ഗുയിസ് എന്നുകൊണ്ട് പിന്നെ ഗുയിസ് തന്നെ പറഞ്ഞുകൊണ്ട് ഓക്കെ നമ്മളെ വണ്ടി ഇതാ അപ്പോൾ പോവാ അയ്യൂബിൻ്റെ കാറിനടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ അയ്യൂബിൻ്റെ കാറിൽ നിന്ന് സെൽഫി അല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാ ഫോട്ടോ കണ്ടാ അയ്യൂബിൻ്റെ കാർ 800 ആയതുകൊണ്ടാന്ന് തോന്നുന്നത് പഴയ 800 അപ്പോൾ ഇന്ന് വിടാം എടുക്കട്ടെ ഹെൽമെറ്റെല്ലാം എടുക്കട്ടെ പോവാം ഗൈസ് അങ്ങനെ ബാക്ക് എടുക്കൊരു വർഷമാണ് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് വണ്ടി ബാക്ക് എടുത്ത് ഫ്രണ്ട് എടുത്ത് പോക്കായി കേട്ടാ അവരിങ്ങോട്ടാണ് പോയത് അവരൂട്ടിയും പോവാം ഇരുട്ടിയും പോവാം ഞാൻ ഇതുവഴിയാണ് വന്നേട്ടാ അപ്പോൾ ഇതുവഴി പോവാം ഓക്കെ അയ്യൂബൊന്നും പോകുന്നില്ലാന്ന് തോന്നട്ടാ നൃത്തം കാണുമ്പോൾ അയ്യൂബേ പുറക്കോടാ വേ പുറക്കോ പോട്ടാ ഞാൻ വെങ്ങര എത്തിയട്ടാ വെങ്ങര അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ പണിയെടുക്കുന്നുണ്ട് കണ്ട ഇത് ഇവിടെ അത്യാവശ്യം കേട്ടോ അല്ല അതാ വണ്ടി പോയി ട്രെയിൻ പോയി എനിക്ക് ഒരാളെ മുന്നിലേക്ക് കൂടെ പോയി ഓ നമ്മുടെ സന്ധ്യയിലെ നമ്മുടെ വണ്ടിയിലുണ്ടോ നമ്മളെ സന്ധ്യ രക്ഷപ്പുരം ബാക്കിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബാക്കിലൊരു വണ്ടി കാണുന്നുണ്ട് കുറച്ച് ബാക്കോട്ട് നോക്കട്ടെ ഏതായാലും പെരട്ട് ഇത് ചരക്ക് വണ്ടി ചരക്ക് വണ്ടി പോകുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് മഗ്‌രിബ് സമയത്ത് സന്ധ്യ സമയത്ത് 2 ട്രെയിൻ 3 ട്രെയിനുകളും ഉണ്ടാവും അപ്പോൾ അരമണിക്കൂറൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അടച്ചിടും അപ്പം ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ പൊളി ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ട് ഞാൻ തുറക്കുമായിരിക്കും കുറച്ച് വണ്ടിയുണ്ട് ഇനി ട്രെയിൻ ഇല്ലെങ്കിൽ തുറക്കുമായിരിക്കും നോക്കാം വണ്ടിയെല്ലാം മുമ്പോട്ടേക്ക് എടുക്കുന്നുണ്ട് തുറന്ന് അപ്പോൾ പോട്ടെ അങ്ങനത്തോളം വണ്ടി ഉണ്ടാവും അവിടെ കിടക്ക് ഇതാ ഇപ്പം തന്നെ ഉണ്ട് അങ്ങ് വരെ ഉണ്ട് കേട്ടോ വണ്ടി ഇതാ പാലം അതുവഴിയാണ് പോകുന്നത് കേട്ടോ കണ്ടോ ഇവിടെ നിന്നാണ് പാലം സ്റ്റാർട്ടാവുക എന്തായാലും സെറ്റപ്പ് തന്നെ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് വരിക ഹായ് നമ്മളെ വെങ്ങര നോക്കിയേ നല്ലോണം മാറിയട്ടെ എങ്ങനെ ഉണ്ടായ വെങ്ങരയാന്ന് അറിയത് നോക്കിയേ നല്ല ചെടിയെല്ലാം വെച്ച് ഭയങ്കര സെറ്റപ്പാക്കി നോക്കിയേ ഏതായാലും രേഷപ്പനും സന്ധ്യവും പെരട്ട് മാടായി പാർക്ക് നല്ല വെയിലായിരിക്കും കേട്ടോ ഏതായാലും എടുക്കുക ഇവിടെ നല്ല തണലുണ്ട് അപ്പോൾ അവരെന്നെ തോന്നുന്നു ഇനി അവർ പാസ്സാവാൻ സാധ്യതയില്ല അവിടെ ബാക്കിൽ കണ്ട തന്നെ അവരെന്നെ ആയിരിക്കും കണ്ടില്ലേ എടുക്കുക മറ്റേ ഇത് കണ്ട എന്താ പറയുക ചെടിയെല്ലാം വെച്ച് റൗണ്ട് എന്താ പറയുക റൗണ്ട് ഇതെല്ലാം വെച്ച് സെറ്റാക്കി റൗണ്ടിൽ ഫുൾ ചെടി കേട്ടോ ഫുൾ ചെടിയെല്ലാം വെച്ച് അടിപൊളി സെറ്റപ്പാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് നമ്മളെ എവിടെ അറിയാം നമ്മളെ ചെമ്പല്ലിക്കുണ്ട് നമ്മളെ ചെമ്പല്ലിക്കുണ്ട് പോകുന്ന ഭാവം ചെമ്പല്ലിക്കുണ്ട് വയലപ്ര പാർക്ക് അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ഭാവം ഇതാ സന്ദീപും രേഷും വിട്ടിട്ടുണ്ട് രേഷപ്പോ നമ്മുടെ മാടായിപ്പാറ ഗായ്സ് അങ്ങനെ ഞാൻ പയങ്ങളിലെത്തിയട്ടാ വണ്ടിയുടെ വെച്ച് സന്ദീപ് നേരെ നാട്ടിലേക്ക് പോയി ചെറുകുന്നിലേക്ക് പോയി ആ വണ്ടിയിൽ അങ്ങനെ പോയി പോട്ടെ അവിടെ ഞാൻ നേരെ പയങ്ങളിലേക്ക് വന്നു ആഴ്ച കയറി